നമസ്കാരം, ഡിക്റ്റേറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അങ്കമാലി നഗരസഭയ്ക്കും വ്യാപാര ഭവനും ഇടയിലുള്ള ഏറെക്കാലത്തെ തർക്കങ്ങൾക്കൊടുവിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ പാത ഇപ്പോൾ മദ്യപന്മാരുടെയും ലഹരിസംഘങ്ങളുടെയും താവളമായി മാറുന്നു. KSRTC സ്റ്റാൻഡിൽ നിന്നും TB ജംഗ്ഷനിലേക്ക് യാത്രക്കാർക്ക് എളുപ്പത്തിൽ പോകാനായി കട്ടവിരിച്ച് മനോഹരമാക്കിയ പബ്ലിക് വഴിയാണ് ഇപ്പോൾ പൂർണ്ണമായും സാമൂഹിക വിരുദ്ധരുടെ കൈപ്പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഡ്വക്കേറ്റ് ഷിയോപോൾ ചെയർമാനായിരുന്നപ്പോഴാണ് ഈ വഴിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോഴത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ പിതാവ് പള്ളിപ്പാട്ട് ജോർജ് നഗരസഭയ്ക്ക് നൽകിയ സ്ഥലത്തിലൂടെയാണ് ഈ വഴി കടന്നുപോകുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നാമകരണം ചെയ്ത പള്ളിപ്പാട്ട് ജോർജ് എന്ന ആളുടെ പേരിലുള്ള ഈ വഴി ഇന്ന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതിനു പകരം വലിയൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. സമീപത്തെ പാലസിൻ ബാറിന്റെ പിൻവശത്തെ ലോക്കൽ കൗണ്ടറിന് മുന്നിൽ നിന്നും മദ്യപിക്കുന്നവർ ഈ വഴിയിലാണ് കൂട്ടംകൂടി നിൽക്കുന്നത്. പരസ്യമായ മൂത്രവിസർജനം, അസഭ്യം പറയൽ, മദ്യപിച്ച് വഴിയിൽ ബോധമില്ലാതെ കിടക്കൽ എന്നിവ ഇവിടെ നിത്യക്കാഴ്ചയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ്സിറങ്ങി TB ജംഗ്ഷനിലേക്ക് നടന്നുപോകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ഇതുവഴി കടന്നുപോകാൻ കടുത്ത മാനസിക ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മുൻപുണ്ടായിരുന്ന താൽക്കാലിക വഴിയിലൂടെ പോകുമ്പോൾ ബാറിന് മുന്നിലെ തിരക്കും മദ്യപന്മാരുടെ വാഹനങ്ങളുടെ അമിതവേഗതയും കാരണമാണ് ജനങ്ങൾ ദുരിതത്തിലായത്. അതിനൊരു ശാശ്വത പരിഹാരമായാണ് ഈ പുതിയ വഴി നിർമ്മിച്ചത്. എന്നാൽ ഇവിടെയും സ്ഥിതി സമാനമോ അതിനേക്കാൾ മോശമോ ആയി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കമാലി നഗരസഭയും പോലീസും സംയുക്തമായി ഈ ഭാഗത്ത് 2 HD ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ക്യാമറകൾ വെച്ചിട്ടുപോലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന രീതിയിലാണ് സാമൂഹിക വിരുദ്ധരുടെ പെരുമാറ്റം. നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചുതന്നെ ഇവർ പരസ്യമായി മൂത്രമൊഴിക്കുന്നതും കൂട്ടം കൂടി നിന്ന് വഴിതടസ്സപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സന്റെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അങ്കമാലി എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അങ്കമാലി KSRTC പരിസരത്തും സ്റ്റാൻഡിലെ കടകളിലുമെല്ലാം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായ വസ്തുതയെന്തെന്നാൽ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടുമുമ്പിൽ തന്നെ മുനിസിപ്പാലിറ്റി ലക്ഷങ്ങൾ ചെലവിട്ട് പണിത ഈ റോഡിൽ ഒരു വലിയ ലഹരിസംഘം തമ്പടിച്ച് പൊതുജനങ്ങളുടെ സഞ്ചാരസ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് നഗരസഭ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മയക്കുമരുന്നുകളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനു മുൻപ് ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിയിരുന്നത് ഈ മദ്യപാനികളായിരുന്നു. ആ ലഹരി അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെയുള്ള ലഹരിസംഘങ്ങൾ ഇപ്പോഴും നഗരസഭയുടെ മുൻപിലെ പ്രധാന റോഡ് കയ്യേറി നിൽക്കുന്നത് നഗരസഭാ അധികാരികൾ കാണാതെ പോകുന്നത് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ. നഗരസഭയുടെ മൂക്കിൻ തുമ്പത്താണ് ഈ വൃത്തികേടുകളെല്ലാം നടക്കുന്നത്. സ്വന്തം പിതാവിന്റെ പേരിലുള്ള ഈ വഴിയിലൂടെ ഇത്തരം അതിക്രമങ്ങളും വൃത്തികേടും നടന്നിട്ടും നഗരസഭയോ ഭരണാധികാരികളോ ഇത് ചോദ്യം ചെയ്യാനോ നടപടിയെടുക്കാനോ തയ്യാറാകുന്നില്ല. വ്യാപാരി സംഘടനകളും ഈ വിഷയത്തിൽ പൂർണ്ണമായി മൗനം പാലിക്കുകയാണ്. കഞ്ചാവും മയക്കുമരുന്നും ഹാഷിഷും സ്റ്റാമ്പും മാത്രമല്ല, മദ്യവും ഒരു ലഹരി തന്നെയാണ്. ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ ഇത്തരം മദ്യപന്മാരുടെ ശല്യവും ഉൾപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ലഹരിമൂത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ പോലീസും നഗരസഭാ അധികാരികളും ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഡിക്റ്റേറ്റീവ് ന്യൂസ് ആവശ്യപ്പെടുന്നു. ലഹരിസംഘങ്ങളും അവരുടെ വാഹനങ്ങളും ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അങ്കമാലി നഗരസഭയുടെ മുൻപിലെ റോഡിൽ നിന്നും ഡിക്റ്റേറ്റീവിനുവേണ്ടി റിപ്പോർട്ടർ.